നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക ശുദ്ധീകരണം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന SIR പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ നിർബന്ധമായും ഉൾക്കൊള്ളേണ്ട ഒരു വിഭാഗമാണ് പ്രവാസികൾ. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായി പ്രവർത്തിക്കുന്ന പ്രവാസികൾ. 8.8 ലക്ഷം കോടിയുടെ വരുമാനം ഈ രാജ്യത്തേക്ക് അയച്ച് സാമ്പത്തികമായി ഇന്ത്യയെ വളർത്തുന്നതിൽ വലുതാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജനവിഭാഗം. എന്നാൽ ആ ജനവിഭാഗത്തിൻ്റെ ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് അവരെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി അംഗീകരിക്കാനും അവരുടെ മക്കളെ ഈ രാജ്യത്തിൻ്റെ വോട്ടർ പട്ടികയിലും SIRലും ഉൾപ്പെടുത്താനുമുള്ള നിരന്തര മുറവിളികൾ ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. വിദേശത്ത് ജനിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികളുടെ മക്കൾ അവർ വിദേശത്ത് ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്ക് വോട്ട് ചേർക്കാനോ SIR ലിസ്റ്റിൽ ഉൾപ്പെടാനോ കഴിയാത്ത സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. നിരവധിയായ പ്രശ്നങ്ങൾ പ്രവാസികൾ ഈ SIR കാലയളവിൽ അനുഭവിച്ചിരുന്നു. പല പ്രശ്നങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളുമെല്ലാം ഇലക്ഷൻ കമ്മീഷനെ റെപ്രസെൻ്റ് ചെയ്തപ്പോൾ പലതും അവർ പരിഹരിക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കാതിരിക്കുകയാണ്. പ്ലേസ് ഓഫ് ബർത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് മാത്രമേ വോട്ട് ചേർക്കാനും SIRൽ ഉൾപ്പെടുത്താനും കഴിയുന്നുള്ളൂ. വിദേശത്ത് ജനിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ ജനിച്ചിട്ടുള്ള പ്രവാസികളുടെ മക്കൾ ഈ രാജ്യക്കാരല്ലാതെയായി മാറുന്ന ഭയാനകരമായ ഒരു കാഴ്ച നമ്മൾ കാണാനിരിക്കുകയാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകണമെന്നും പ്ലേസ് ഓഫ് ബർത്ത് ചേർത്തുകൊണ്ട് തന്നെ അവർക്ക് SIRലും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലും ഉൾക്കൊള്ളാനുമുള്ള അവസരമുണ്ടാക്കണമെന്നുമാണ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടാനുള്ളത്. നേരത്തെ പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. 2 ഡിജിറ്റ് പാസ്പോർട്ട് ഉള്ള ആളുകൾക്ക് ഈ പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപേക്ഷകൾ ഫോം 6A അപേക്ഷിച്ചവർ കൃത്യമായ അപ്ഡേഷൻ ലഭിക്കാതെ ഇന്ന് ആശങ്കയിൽ നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം. പ്രവാസികളായ ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേക ടോൾ ഫ്രീ നമ്പറോ മറ്റോ ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അവരുടെ വോട്ടും അവരുടെ കുട്ടികളുടെ വോട്ടും SIR ലിസ്റ്റും എല്ലാം കൃത്യമായും ആശങ്കകളില്ലാതെ ഭയാശങ്കകളില്ലാതെ ഉൾക്കൊള്ളുന്നു, അതിലവർ ഉൾപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഗവൺമെൻറ്റിനുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇത് എല്ലാവരെയും ഉൾക്കൊണ്ടു പോകേണ്ട ഒരു പ്രക്രിയയായി ഭരണാധികാരികൾ കാണണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. SIRമായി ബന്ധപ്പെട്ട് പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ആധികളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറിൽ തീർച്ചയായും ബന്ധപ്പെടാവുന്നതും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ സദാ സന്നദ്ധരായി ഇവിടെ ഉണ്ട് എന്നുകൂടി